ഡൽഹിയിൽ ബി.ജെ.പിക്ക് വൻ വിജയം പ്രവചിച്ച് ആക്സിസ് മൈ ഇന്ത്യയും CNXും 50ലേറെ സീറ്റുകൾ NDAക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഒരു 2.5 പതിറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് ഡൽഹി ബി.ജെ.പി പിടിച്ചെടുക്കുമെന്നാണോ? എന്താണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്? ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. ഇന്നാണ് ആക്സിസ് മൈ ഇന്ത്യ അവരുടെ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 2-3 കാര്യങ്ങളിലൊന്ന് 48% വോട്ട് വരെ BJPക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രവചനമാണ് ആക്സിസ് മൈ ഇന്ത്യ നടത്തുന്നത്. ആം ആദ്മി പാർട്ടി 42%-ത്തിലേക്ക് കൂപ്പുകുത്തും. കഴിഞ്ഞ തവണ 54% വോട്ട് ലഭിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് 7%-ത്തിലേക്ക് ഒതുങ്ങുമെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അതായത് BJPക്ക് മാത്രം 50 സീറ്റും സഖ്യകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി 55 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ളൊരു പ്രവചനമാണ് ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് 19-20 സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് 1 സീറ്റിൽ ഒതുങ്ങാനുള്ളൊരു സാധ്യതയാണുള്ളത്. മറ്റുള്ളവർക്കും 1 സീറ്റാണ് പ്രവചിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ആക്സിസ് മൈ ഇന്ത്യയിലെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വനിതകൾക്കിടയിൽ വലിയ സ്വാധീനം BJP ഇത്തവണ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായിരിക്കാം ഒരുപക്ഷെ വലിയൊരു മാറ്റം ഡൽഹിയിലെ കാഴ്ച വരുന്നത്. അതേസമയം പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ, അതായത് വാൽമീകി, ജാട്ടവ്, അതുപോലെ തന്നെ പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പിന്തുണ നിലനിർത്തുന്നുണ്ട് വലിയ തോതിൽ. അതേസമയം മുന്നാക്ക വോട്ടുകളിലും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചാബി തുടങ്ങിയ വോട്ടുകളിലൊക്കെ തന്നെ BJP ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജാതി തിരിച്ചുള്ള ഒരു കണക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളുടെ ഇടയിലും BJP തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 45 വയസ്സിന് മുകളിലുള്ളവരുടെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലാണ് ആക്സിസ് മൈ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 8 സർവേകൾ പുറത്തു വന്നതിൽ 6 എണ്ണവും BJPക്ക് അനുകൂലമായിരുന്നു. 2 എണ്ണം മാത്രമേ ഉള്ളൂ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഏറ്റവും വിശ്വസനീയമെന്ന് കരുതുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിലാണ് ഇപ്പോൾ BJPക്ക് വ്യക്തമായ മുൻതൂക്കം തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രവചനം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി ഒരു ദിവസം മാത്രം കാത്തിരുന്നാൽ മതിയാവും. മറ്റന്നാൾ ഈ സമയമാകുമ്പോൾ ഏകദേശം എല്ലാ വിവരങ്ങളും പുറത്തു വരികയും ചെയ്യും. നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, മുന്നേറാൻ സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത്. ഇതിൽ ശ്രദ്ധേയമായൊരു ഘടകം 7% വോട്ട് കോൺഗ്രസ് പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ 7% വോട്ട് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വോട്ട് ചിതറിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ ഡൽഹിയിൽ പോലും, അതായത് ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളുള്ള മേഖലകളിൽ പോലും അവിടുത്തെ 10 സീറ്റിൽ 6 എണ്ണത്തിലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സാധിച്ചിരിക്കുന്നു. ചാന്ദിനി ചൗക്ക് പോലുള്ള ഒരു മേഖലയിൽ സമാനമായ സാഹചര്യമാണ്. 10 സീറ്റുകളിൽ 7 എണ്ണം വരെ BJPക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ ചിതറിയിരിക്കുന്നു. അത് കോൺഗ്രസിന് അനുകൂലമായി പോകുന്നു. നമ്മളത് തന്ത്രപരമായ ഒരു വോട്ടിംഗ് ആയിരിക്കും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അതായത് ജയിക്കാൻ പോകുന്ന BJPക്കെതിരെ ജയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ ആയിരുന്നെങ്കിലും കോൺഗ്രസ് വലിയ തോതിൽ അവിടെ ഒരു സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് ഡൽഹി അങ്ങനെയാണെങ്കിൽ കാണാൻ പോകുന്നത്. 27 കൊല്ലങ്ങൾക്ക് ശേഷം BJP അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. അതായത് 3 ടേം ഷീലാ ദീക്ഷിതിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ഫുൾ ടേം അരവിന്ദ് കെജ്രിവാളിന്, ഇടയ്ക്ക് ഒരു കുറച്ചു കാലം അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. അതായത് 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആദ്യത്തേത് ഫുൾ ടേം ആയിരുന്നില്ല. മറ്റ് 2 ഫുൾ ടേമുകൾ ഉണ്ടായിരുന്നു. 5 കൊല്ലം വീതം 10 കൊല്ലം. അങ്ങനെ 27 കൊല്ലത്തിന് ശേഷം BJP വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഡൽഹിയിൽ വരുന്നത്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനങ്ങൾ, അതായത് ബജറ്റിൽ വന്നിട്ടുള്ള 12 ലക്ഷം രൂപ പ്രഖ്യാപനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്ന ഒരു സർക്കാർ എന്നുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ കൂടി BJP ഉണ്ടാക്കിയെടുത്തു. അതായത്
മഹിളാ സമ്മാൻ യോജന മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും വളരെ വിദഗ്ധമായി നടപ്പാക്കി. ഡൽഹിയിൽ 2500 രൂപയാണ് മാസം സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് BJP വാഗ്ദാനം ചെയ്തപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു ആം ആദ്മി പാർട്ടി ആയിരുന്നപ്പോഴും ഇതുപോലെ തന്നെയാണ് ഈ സൗജന്യ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. അതായത് ഡൽഹിയിലെ വോട്ടർമാർക്ക് എപ്പോഴും ഇത് തന്നെയാണോ ഒരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമാകുന്നത്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിൽ തന്നെ ആണോ ഈ സർവേ ഫലം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡൽഹി എന്ന് പറയുന്നത് ഈ ന്യൂഡൽഹി എന്നൊക്കെ ഉള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അതിൽ 60% ഇപ്പോഴും വളരെ താഴെത്തട്ടിലുള്ളവരാണ്. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും റിക്ഷ വലിക്കുന്നവരും ചെറുകിട കച്ചവടക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് 60%. ബാക്കി 30% മാത്രമേ ഉള്ളൂ ഇടത്തരക്കാരും അതോടൊപ്പം അതിന് മുകളിലുള്ളവരും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ 60% ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് കുടിവെള്ള സൗജന്യം, വൈദ്യുതി സൗജന്യമായി നൽകുന്നു, സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നു, മൊഹല്ല ക്ലിനിക്കുകൾ, ഇതൊക്കെയെന്ന് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന പട്ടിക വിഭാഗക്കാരും അതോടൊപ്പം തന്നെ വാൽമീകി എന്തായാലും കൂടുതൽ സർവേ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ എത്താം.